മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് കുട്ടികൾക്ക് കളേഴ്സ് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് കളർ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാരറ്റസ് ഉണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതായത് നമുക്ക് പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരൊരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് സെയിം ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇത് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കളേഴ്സ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. ഇതിന് നമുക്ക് കളേഴ്സ് ഇങ്ങനെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഇങ്ങനൊരു ടൂൾ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ കുട്ടികളുടെ വല്ല ബിൽഡിംഗ് ബ്ലോക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപോലത്തെ കളേഴ്സ് കിട്ടുന്ന എന്തെങ്കിലും ഐറ്റംസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് കളേഴ്സ് പഠിപ്പിക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് കളേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ് ആണിത്. നമുക്കിതിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരേപോലത്തെ കളേഴ്സ് സോർട്ട് ചെയ്യുന്നത് വഴി അവർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും.